ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ 0 to 3 months ഒരു ബേബിക്കുള്ള ക്യാപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് തുന്നിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നൂല് കയ്യിൽ ചുറ്റിച്ചിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് ഫൗണ്ടേഷൻ ചെയിൻ കൊടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് കാണാത്തവർ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻ ചെയ്തു. 1 2 3 4 5 ഫൗണ്ടേഷൻ ചെയിൻ ചെയ്തു. ഇനി ഇതിനെ ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട അവിടേക്ക് ഒന്ന് കുത്തി നൂലതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിക്കുക. എന്നിട്ട് അവിടെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് റൗണ്ട് ഷേപ്പിൽ കിട്ടും. എന്നിട്ട് 2 ചെയിൻ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് തെറ്റി. അപ്പോൾ ഇതൊന്ന് നൂല് വലിച്ചിട്ട് കൊടുക്കുക. ഇത് എങ്ങനെ നൂല് വലിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി തെറ്റിയില്ലേ? അപ്പോൾ നമുക്ക് ഈ സൂചി ഒന്ന് വലിച്ചെടുത്തിട്ട് ഒന്ന് പതിയെ വലിച്ചു കൊടുക്കുക. പതിയെ നൂല് വലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത എല്ലാ സ്റ്റിച്ചസും ഒന്ന് പോയി കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ 10 ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. 10 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് റൗണ്ട് ഒരു പൂ പോലെ വരും. 10 നമുക്ക് ചെയ്തെടുക്കാം ഇതിൽ കേട്ടോ. അങ്ങനെ ഇപ്പോൾ 10 ഹാഫ് ഡബിൾ ക്രോഷേ ഞാൻ ഈ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് സ്ലിപ്പ് നോട്ട് ഇടുക. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പം സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹുക്കിലൂടെ ഒന്ന് കൊളുത്തിടുക. എന്നിട്ട് നൂലിനെ അതിലൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക. ആ നൂലിനെ തന്നെ നമ്മൾ ഈ ഹുക്കിലൂടെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ സ്ലിപ്പ് നോട്ടായി. ഇനി എക്സ്ട്രാ 2 ചെയിനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഈ 2 ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ 1 ആ ഹുക്കിലൂടെ തന്നെ 2 ചെയ്യുക. കണ്ടില്ലേ? ഇനി നെക്സ്റ്റും അതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ 20 ഹാഫ് ഡബിൾ ക്രോഷേ നമുക്ക് കിട്ടി. ഓരോ ചെയിനിലും ഈ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇതും നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി എക്സ്ട്രാ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1 കഴിഞ്ഞിട്ട് രണ്ടാമത്തിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യുന്നത്. 1 കഴിഞ്ഞു, രണ്ടാമത്തേലേക്ക് അങ്ങനെ ചെയ്തു. നെക്സ്റ്റ് നോക്കാം. 1 ആൻഡ് 2. 2ലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 2 1 2 ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോവുക. ഈ 20 സ്റ്റിച്ചിലും അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് 2 സ്റ്റിച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒന്ന് നമ്മൾ ഇപ്പം 2 ചെയിൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തില്ലേ, അതൊന്നായിട്ട് നമ്മൾ അവിടെ ആക്ട് ചെയ്തോളും. ഇപ്പം 2 സ്റ്റിച്ചായി. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? 1 2 3. ഇനി ഇതേപോലെ തന്നെ അടുത്തതും ഫോളോ ചെയ്യുക. നമ്മളത് തെറ്റിയിട്ടുണ്ട്. ഡബിൾ ക്രോഷേ ആണ് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് 2 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അടുത്തതിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക.
രണ്ടാമത്തേലേക്കും ചെയ്യാം. അപ്പോൾ ഇത് മൂന്നാമത്തതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഒന്നാമത്തതായിട്ട് അവിടെ ആക്ട് ചെയ്യും. അപ്പോൾ മൂന്നാമത്തതിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. 1 2 നെക്സ്റ്റ് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. മൂന്നാമത്തേതിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ഈ റൗണ്ട് മുഴുവനായിട്ട് കവർ ചെയ്യാം. ഈ റൗണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് തന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്യുക. ഇനി ഇതും നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ചെയ്തു, സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ഫോർത്ത് റൗണ്ടും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ റൗണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ 4ാമത്തെ സ്റ്റിച്ചിലാണ് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി. മൂന്നാമത്തത് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ 4ാമത്തെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ 4ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇങ്ങനെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഇതും സ്ലിപ്പ് നോട്ട് ഇടുക നമ്മൾ. ഇനി നെക്സ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഈ റൗണ്ടിൽ നമ്മൾ 4ാമത്തേത് വരെ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. നെക്സ്റ്റ് 5ൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ഓരോന്ന് ചെയ്യുക. എന്നിട്ട് 5ാമത്തതിലേക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ ചെയിനിലും നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്ലിപ്പ് നോട്ട് ഇടാം. ഇനി ഇതും നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു റൗണ്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത പാർട്ടിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഈ പാർട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് പാർട്ട് കാണുക. ഇൻഷാ അല്ലാ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.